കൂടുതൽ വാർത്താറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാന സർക്കാരുമായി നിരന്തരം ഇടഞ്ഞ് ദേശീയ ശ്രദ്ധ നേടിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന് അഭ്യൂഹം ശക്തം. സെപ്റ്റംബർ വരെ കാലാവധിയുള്ള ഗവർണർ അവശേഷിക്കുന്ന ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ നിർദ്ദേശിച്ചതും സ്ഥിരമായി ഡൽഹിയിൽ തമ്പടിച്ച് നടത്തുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങളുമാണ് ഇത്തരമൊരു അഭ്യൂഹത്തിന് ശക്തി പകരുന്നത്. 73-കാരനായ ആരിഫ് ഖാൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവുമെന്ന് വിലയിരുത്തപ്പെടുന്നു. നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിനായും അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിലും ബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് ധൻഖറിനാണ് നറുക്കുവീണത്. 2004-ലാണ് ഖാൻ BJPയിൽ ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത BJP നേതാക്കളുമായും ഉറ്റബന്ധമുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ ന്യൂനപക്ഷ മുഖമായി BJP അവതരിപ്പിക്കാനാണ് സാധ്യത. BJPയുടെ ഹിന്ദുത്വ നിലപാടുകൾക്ക് ഉൾക്കൊള്ളാനാകുന്ന നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. താൻ പതിറ്റാണ്ടുകളായി RSS ആണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ 22ാം ഗവർണറായി 2019 സെപ്റ്റംബർ 6-നാണ് ഖാൻ ചുമതലയേറ്റത്. 26-ാം വയസ്സിൽ UP നിയമസഭയിലെത്തിയ ഖാൻ ഉത്തർപ്രദേശിലെ പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. ചരൺ സിംഗിന്റെ ഭാരതീയ ക്രാന്തിദളിൽ തുടങ്ങി കോൺഗ്രസിലൂടെ വളർന്നു. പിന്നെ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ജനതാദളിലൂടെ BJPയിലെത്തി. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ സ്വതന്ത്ര പാർട്ടിയുടെ ബാനറിൽ യൂണിയൻ പ്രസിഡന്റായിരുന്നു. ആരിഫ് ഖാനിലെ തീപ്പൊരി കണ്ട ഇന്ദിരാഗാന്ധി കോൺഗ്രസിലെത്തിച്ച് AICC ജോയിന്റ് സെക്രട്ടറിയാക്കി. 1980-ൽ കാൺപൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തി. 1982-ൽ കേന്ദ്ര വാർത്താവിതരണ സഹമന്ത്രിയായി. UPയിലെ ബഹ്റൈച്ചിൽ നിന്ന് 2ാം വട്ടം ലോക്സഭാംഗമായി. ഇന്ദിരയുടെ മരണശേഷം രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനുമായി ആരിഫ് മുഹമ്മദ് ഖാൻ. ഷാബാനു കേസിൽ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകണമെന്ന സുപ്രീം കോടതി വിധിയെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആദ്യം പിന്തുണയ്ക്കുകയും പിന്നീട് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ വാദങ്ങൾ കേട്ട് മലക്കമറിയുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി വിധി മറികടക്കാൻ സർക്കാർ 1986-ൽ മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമം കൊണ്ടുവന്നിരുന്നു. അതിൽ പ്രതിഷേധിച്ച ഖാൻ നിയമം പാസാക്കുന്നതിനു മുൻപ് ലോക്സഭയിലെ പിൻസീറ്റിൽ ചെന്നിരുന്ന് മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്തെഴുതി കോൺഗ്രസ് വിട്ടു. കോൺഗ്രസ് വിട്ട ശേഷം VP സിംഗിനൊപ്പം ജൻമോർച്ചയിലൂടെ ജനതാദളിലേക്ക് എത്തി. VP സിംഗ് സർക്കാരിൽ വ്യോമയാന മന്ത്രിയായി. പിന്നീട് മായാവതിയുടെ BSPയിലും എത്തി. ബഹ്റൈച്ചിൽ നിന്ന് കോൺഗ്രസ്, ജനതാദൾ, BSP പാർട്ടികളുടെ ലേബലിലും ജയിച്ചു.